നമസ്കാരം. ഡവ്1 എന്ന ആപ്ലിക്കേഷൻ നമുക്ക് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസാണ് ഞാൻ ഈ വീഡിയോയിൽ ഇവിടെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതിൻ്റെ പ്രൊസീജിയർ നമുക്ക് സ്റ്റെപ്പായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി വാട്സപ്പ് വഴി ഒരു ലിങ്ക് വന്നിട്ടുണ്ടാവും. ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ലഭിച്ച ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. നേരെ ഗൂഗിൾ ക്രോം വഴി നമ്മൾ നേരെ ഇൻഡോഫിനിറ്റി സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ വെബ്സൈറ്റിലേക്ക് കയറുകയും അവിടെ നമ്മുടെ പേര്, മൊബൈൽ നമ്പർ, ഇമെയിൽ ID, ഒരു പാസ്വേഡ് ഒക്കെ കൊടുക്കാൻ ചോദിക്കും. അവിടെ നമ്മൾ ഡീറ്റെയിൽസൊക്കെ പൂരിപ്പിക്കുക. നിങ്ങളുടെ പേര് കറക്റ്റായിട്ട് സ്പെല്ലിങ്ങൊക്കെ തെറ്റാതെ കൊണ്ട് കറക്റ്റായിട്ട് കൊടുക്കുക. ഇവിടെ ഒരു ഉദാഹരണമായിട്ട് ഒരു പേര് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മൊബൈൽ നമ്പറും കൊടുക്കുക. പിന്നീട് ഇമെയിൽ ID, പിന്നെ മറന്നു പോകാത്ത ഒരു പാസ്വേഡും കൂടി കൊടുത്തതിന് ശേഷം സൈൻ അപ്പ് നൗ. അതിനു മുമ്പായിട്ട് എഗ്രി ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം സൈൻ അപ്പ് നൗ ക്ലിക്ക് ചെയ്യുക. സൈൻ അപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ രജിസ്ട്രേഷൻ്റെ ഒന്നാം ഘട്ടം പൂർത്തിയായി. പൂർത്തിയായതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ ഇമെയിലിലേക്ക് ഒരു പാസ്വേഡ് വന്നിട്ടുണ്ടാവും. ആ പാസ്വേഡ് അതൊരു OTP വന്നിട്ടുണ്ടാവും, അതായത് 1 ടൈം പാസ്വേഡ് വന്നിട്ടുണ്ടാവും. അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇമെയിലിൽ നിന്നും എടുത്തിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. വെരിഫൈ OTP എന്ന് പറഞ്ഞ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ OTPയുടെ വെരിഫിക്കേഷനും പൂർത്തിയായി. ഇപ്പോൾ നമ്മുടെ ഒന്നാം ഘട്ടം ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ഇനി അതിനുശേഷം നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മൾക്ക് ആപ്ലിക്കേഷൻ ലഭിക്കുന്ന 1 വർഷത്തേക്ക് ലഭിക്കണമെങ്കിൽ 590 രൂപയാണ്. പേ നൗ എന്ന് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഗൂഗിൾ പേ വഴിയോ ഫോൺ പേ വഴിയോ അല്ലെങ്കിൽ നമ്മുടെ ATM കാർഡ് ഉപയോഗിച്ചൊക്കെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അത് ഏതാണ് നമ്മളുടെ കയ്യിലുള്ളത് വെച്ചാൽ അത് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ പ്രൊസീജിയറിലേക്ക് നമ്മൾ നേരെ കടക്കും. അപ്പോൾ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും, ഇൻഡോഫിനിറ്റി സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കാണാം. അതിലേക്ക് നമ്മൾക്ക് പേ ചെയ്യാം. പേ 590 എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഏതാനും സെക്കൻഡുകൾ കൊണ്ട് തന്നെ നമുക്ക് ആ പേയ്മെൻറ്റ് പ്രൊസീജിയർ പൂർത്തിയാവുന്നതാണ്. അപ്പോൾ പേയ്മെൻറ്റ് പെയ്ഡ് സക്സസ്ഫുള്ളി എന്ന് പറയുന്ന ബട്ടൺ ഇവിടെ വരും. ഇതോടുകൂടി നിങ്ങളുടെ പേയ്മെൻറ്റ് പൂർത്തിയായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഉടനെ തന്നെ നമുക്ക് തിരിച്ച് നമ്മുടെ വെബ്സൈറ്റിലേക്ക് തന്നെ നമ്മളിവിടെ തിരിച്ചെത്തുന്നതാണ്. ഈ വെബ്സൈറ്റിലേക്ക് എത്തിയതിന് ശേഷം വെബ്സൈറ്റിൻ്റെ ഏറ്റവും മുകളിൽ വലത് കോർണറിൽ ഒരു റെഡ് ബട്ടൺ കാണാൻ സാധിക്കും. ആ ബട്ടണിൽ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു അടുത്ത സെക്ഷനിലേക്ക് നമുക്ക് കടക്കാൻ സാധിക്കും. റെഡ് കളറുള്ള ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമ്മൾക്കിവിടെ ഒരു പേജ് ഓപ്പൺ ആയി വരും. ഇവിടെ നമ്മൾ നേരത്തെ കൊടുത്ത നമ്മുടെ ഇമെയിൽ IDയും പാസ്വേഡും ചോദിക്കും. അത് നമ്മൾ കൊടുക്കുക. അതിനുശേഷം ലോഗിൻ നൗ എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ പ്രൊഫൈൽ ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. അതിനുശേഷം ഏറ്റവും മുകളിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് 3 വരെയുള്ളൊരു ഓപ്ഷൻ ബട്ടൺ കാണാൻ സാധിക്കും. അത് പ്രസ് ചെയ്യുക. അവിടെ സബ്സ്ക്രിപ്ഷൻ ഹിസ്റ്ററി എന്ന് പറയുന്നൊരു ബട്ടൺ കാണാൻ സാധിക്കും. അത് പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും, നിങ്ങൾ പേയ്മെൻറ്റ് കൊടുത്തപ്പോൾ നിങ്ങൾക്ക് ഒരു ആക്ടിവേഷൻ കീ ഇവിടെ കമ്പനി അയച്ചു തന്നിട്ടുണ്ട്. അത് നമുക്ക് ഈ കീ ഇവിടെ കാണാൻ സാധിക്കും. സബ്സ്ക്രിപ്ഷൻ നമ്പർ എന്നതിൻ്റെ തൊട്ട് താഴെയുള്ള ആ കീ നമ്മൾ എന്ത് ചെയ്യുക, കോപ്പി ചെയ്യുക. കോപ്പി എന്ന് പറഞ്ഞ് വരും. അത് പ്രസ് ചെയ്യുമ്പോൾ തന്നെ അവിടെ അത് സെലക്റ്റായിട്ട് കോപ്പി എന്ന ബട്ടൺ വരും. ആ കോപ്പി പ്രസ് ചെയ്യുക. കോപ്പി പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും ഈ മുകളിൽ കാണുന്ന 3 വരെയുള്ള ബട്ടൺ പ്രസ് ചെയ്തിട്ട് സൈൻ ഔട്ട് ചെയ്യുക. സൈൻ ഔട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട ആപ്ലിക്കേഷൻ്റെ ലിങ്ക് അല്ലെങ്കിൽ അതിൻ്റെ ആ ബട്ടൺ ഇവിടെ ഓപ്പണായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് 2 ആപ്പ് കാണാം. ഒന്ന് ഡൗൺലോഡ് ദ വൺ ആൻറ്റി തെഫ്റ്റ് എന്ന് എഴുതിയിട്ടുള്ളൊരു ആപ്പ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഡൗൺലോഡ് ദ വൺ പാരൻറ്റ് എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ട ഒരു ലിങ്ക്, ഒരു ബട്ടണും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതിൽ ഏറ്റവും ആദ്യത്തെ ആപ്പാണ് നമ്മൾ ആദ്യം ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. രണ്ടാമത്തെ ആപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ പാരൻറ്റ് ഫോണിൽ, അതായത് നമ്മൾ എമർജൻസി നമ്പർ കൊടുക്കുന്ന ആ ഫോണുകളിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആപ്പാണ്. അതായത് ഈ മുകളിലത്തെ ആപ്പ് ഒരാൾക്ക് ഒരു ഫോണിലേക്ക് മാത്രമേ ഒരു തവണ മാത്രമേ ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയുകയുള്ളൂ. രണ്ടാമത്തെ ആപ്പ് നമുക്ക് എത്ര ഫോണിലേക്കും എത്ര തവണ വേണമെങ്കിലും നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് ഏറ്റവും മുകളിലത്തെ ദ വൺ ആൻറ്റി തെഫ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഡൗൺലോഡ് അഗെയിൻ എന്ന് കാണിക്കും. അങ്ങനെ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക.
ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾക്കവിടെ നേരത്തെ ചോദിച്ചിരിക്കുന്ന ആ ഒരു പിന്ന് ഉണ്ടാവും. ആ പിന്ന് നമ്മളവിടെ അടിച്ചു കൊടുത്ത് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ആക്ടിവേഷൻ ചെയ്യാവുന്നതാണ്. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ആക്റ്റീവ് ആവുന്നതാണ്. അപ്പം നമ്മൾ ആ ഒരു ലിങ്ക് നമ്മൾക്ക് ആക്റ്റീവ് ആയതിനു ശേഷം നമ്മൾ വീണ്ടും തിരിച്ച് നമ്മുടെ പ്രൊഫൈലിലേക്ക് വീണ്ടും വരിക. നമ്മുടെ വെബ്സൈറ്റിലുള്ള പ്രൊഫൈലിലേക്ക് വീണ്ടും വരിക. ഇവിടെ വന്നാൽ നമ്മൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആപ്ലിക്കേഷനിൽ നിന്നും തിരികെ വെബ്സൈറ്റിലേക്ക് വീണ്ടും വന്നിരിക്കുകയാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും റെഫറൽ ഡീറ്റെയിൽസ് എന്ന് കാണാൻ സാധിക്കും. അതിന് താഴെ ഒരു ലിങ്ക് ഉണ്ട്. അതിന് തൊട്ട് താഴെ കോപ്പി എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കോപ്പി എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ലിങ്ക് ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് അവരോട് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി നമുക്ക് ആവശ്യപ്പെടാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം, നമ്മൾ ഏറ്റവും മുകളിൽ കാണുന്ന 3 ഓപ്ഷൻ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓപ്പണായി വരുന്ന പേജിൽ നിന്നും നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മുടെ ബിസിനസ്സിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾക്ക് ആദ്യം നമ്മൾ പ്രൊഫൈൽ എന്ന ബട്ടണിൽ പോയിട്ട് നമ്മളെന്ത് ചെയ്യുക, നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസൊക്കെ നമുക്കിവിടെ കൊടുക്കേണ്ടതുണ്ട്. IFSC കോഡ്, ബാങ്ക് ഡീറ്റെയിൽസൊക്കെ നമ്മളിവിടെ കൊടുക്കേണ്ടതുണ്ട്. അതൊക്കെ നമ്മൾ കൊടുത്തു വെക്കുക. അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ അക്കൗണ്ടിലേക്ക് നമ്മൾ പേയ്മെൻറ്റ് വരുന്നതാണ്. നമ്മൾ ഇതിനകത്ത് പൈസ നമ്മൾ റെഡീം ചെയ്യുകയോ അല്ലെങ്കിൽ വിഡ്രോ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് പൈസ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഇതിലേക്ക് വരുമാനം വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഓട്ടോമാറ്റിക്കലി തന്നെ 48 മണിക്കൂറിനുള്ളിൽ, അതായത് എല്ലാ ദിവസവും 12 മണിക്കാണ് ആ ദിവസത്തെ ബിസിനസ് കണക്കാക്കുന്നത്. 12 മണിക്ക് ശേഷം 48 മണിക്കൂറിനുള്ളിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നതാണ്. മിനിമം 100 രൂപ വെച്ചിട്ട് നമുക്ക് അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ആവുന്നതാണ്. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഉപയോഗത്തെക്കുറിച്ച് മറ്റൊരു വീഡിയോയിലേക്ക് നമുക്ക് കാണാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന പ്രൊസീജിയർ മാത്രമാണ് നമ്മളിപ്പോൾ നോക്കിയത്. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഉപയോഗത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ അടുത്ത വീഡിയോ കാണുക. അടുത്ത വീഡിയോ ലഭിക്കുവാനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ പ്രോഗ്രാമിലേക്ക് പരിചയപ്പെടുത്തിയ വ്യക്തിയുമായിട്ട് എല്ലാ ദിവസവും നല്ലൊരു ബന്ധം തുടരുക. പുതിയ ഓഫർ ഫീച്ചേഴ്സും അതുപോലെ തന്നെ ഒത്തിരി ഈ കാര്യങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അവയൊക്കെ ചോദിച്ച് മനസ്സിലാക്കി പ്രയോജനപ്പെടുത്തുക.